കറൻ്റ് ഞാനുള്ളത് നമ്മുടെ ബാംഗ്ലൂരുള്ള RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. BSc ഫോറൻസിക് സയൻസിന് ബാംഗ്ലൂരുള്ളതിൽ, ബാംഗ്ലൂർ എന്നല്ല സൗത്ത് ഇന്ത്യയിലുള്ളതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ സിറ്റിയിലായിട്ട് തന്നെയാണ് ഈ ഒരു കോളേജ് ഉള്ളത്. നമ്മൾ ട്രെയിനിൽ വരികയാണെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി നടന്നു പോകാനുള്ള ദൂരം മാത്രമാണുള്ളത്. BSc ഫോറൻസിക് സയൻസ് എടുത്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്യാമ്പസ് തന്നെയായിരിക്കും ബാംഗ്ലൂരുള്ള RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഈ ക്യാമ്പസൊക്കെ നിങ്ങൾക്കൊന്ന് നടന്ന് കാണിച്ചു തരാം. അപ്പോൾ BSc ഫോറൻസിക് സയൻസിൻ്റെ അഡ്മിഷൻ നിങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാമ്പസ് കാണുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഇത് കോളേജിൻ്റെ ഒരു സെൻട്രൽ പോർഷനായിട്ട് വരുന്നൊരു ഏരിയയാണ്. ഇവിടെ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. RR കോളേജ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിലുള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ് ആർട്സ് ആൻഡ് സയൻസ്. ഇപ്പോൾ ആർട്സിന് മാത്രമല്ല സയൻസ് സബ്ജക്റ്റുകൾക്കും ബാംഗ്ലൂരുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കോളേജാണ് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒത്തിരി മലയാളികൾ പഠിക്കുന്നൊരു ക്യാമ്പസ് കൂടിയാണ്. BSc ഫോറൻസിക് സയൻസ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ആദ്യമായി കർണാടകയിൽ തുടങ്ങുന്ന ഒരു കോളേജ് കൂടിയാണ് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കർണാടകയിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ RR കോളേജിൽ BSc ഫോറൻസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജോലി കിട്ടുമോ അല്ലെങ്കിൽ നാട്ടിൽ വന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ ടെൻഷനൊന്നും വേണ്ട. നമുക്ക് PSC അപ്രൂവ്ഡ് ആണ്. അതോടൊപ്പം തന്നെ UGCയും അപ്രൂവ്ഡ് ആണ്. ഇന്ന് നമ്മളിവിടെ എത്തിയ ദിവസം ഇവിടെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഒരുപാട് കോളേജുകൾ ചേർന്നിട്ടുള്ള ഒരുപാട് സ്പോർട്സ് റിലേറ്റഡ്, ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫെസ്റ്റിവൽസൊക്കെ നടക്കുന്ന ഒരു കോളേജ് കൂടെയാണ് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ RRൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോളേജ് ഇരിക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയുടെ സെൻട്രൽ പോർഷനിലായിട്ട് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കോളേജ് വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി നടന്നു വരാനുള്ള ദൂരം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ റീച്ചബിലിറ്റി ഒരിക്കലും RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിട്ട് ഒരു പ്രോബ്ലമായിട്ട് വരാനായിട്ട് പോകുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ RR കോളേജിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ അകത്ത് പോയിട്ട് അകത്തു നിന്നാണ് ഇങ്ങോട്ട് വീഡിയോ എടുത്ത് വന്നത്. ഇതാണ് കോളേജിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഫോറൻസിക് സയൻസിന് റീസെൻ്റ്ലി ഒരുപാട് ജോലി സാധ്യതകൾ ഓപ്പൺ ആവുന്നുണ്ട്. ഈവൻ നമ്മുടെ കേന്ദ്രമന്ത്രി അമിത്ഷാ തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് സയൻസ് മേഖലയിൽ ഏകദേശം 50,000-ഓളം വേക്കൻസിയാണ്, 50,000 വേക്കൻസിയാണ് വരുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതുപോലെ ഒരുപാട് ഫോറൻസിക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലാബുകൾ കേന്ദ്ര ഗവൺമെൻറ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BSc ഫോറൻസിക് സയൻസ് പഠിച്ചിട്ട് ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഒരുപാട് സാധ്യതയുണ്ടോ അത്തരം കാര്യങ്ങളിനകത്തൊന്നും നിങ്ങൾ വറിയിടാവേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന കോളേജ് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കർണാടകയിൽ പോയിട്ട് BSc ഫോറൻസിക് സയൻസ് പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയേറെ വലിയൊരു ക്യാമ്പസാണ്, ഒരുപാട് ഫെസിലിറ്റിയുള്ള ക്യാമ്പസാണ്. അപ്പോൾ RR കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ